ഏതൊരു എന്ത് ചെല്ലുമ്പോഴും നമ്മൾ ചെല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കാരുണ്യവും ഈ കരുണാനിധി ഇതൊക്കെ തന്നെയാണ് മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. കാരുണ്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, പടച്ചോൻ ലോകത്തെല്ലാവരോടും കാരുണ്യമുള്ള ആളാണ്, ജാതി മത ഭേദമന്യേ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരാളോട് മാത്രമാണോ പഠിച്ചോ കാരുണ്യം? അല്ല. കാരണം മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് വലിയ സമയമൊന്നും ആയിട്ടില്ല. മനുഷ്യനുണ്ടായിട്ട് എത്ര ആയിട്ടുണ്ടാവും സമയം? ഇപ്പോൾ ഒരു വർഷം മുഴുവനും ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്ടായ അത്രയും ദൈർഘ്യം ഉണ്ടെങ്കിൽ മനുഷ്യനുണ്ടായിട്ട് എത്ര സമയം ഉണ്ടാവും? നമ്മൾ പുതുവത്സരം പിറക്കുന്ന ഒരു അവസാന നിമിഷമല്ലേ, ആ നിമിഷത്തിൻ്റെയും ചെറിയൊരു അംശത്തിലേ മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പടച്ചോൻ്റെ കാരുണ്യം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ശരീരം മുഴുവനും പടച്ചോൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചെറിയൊരു കോശം തൊട്ടെല്ലാം. ഇപ്പം നമ്മൾ ഇത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ ഇവരിവിടെ